മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ ശക്തമായി തുടരാൻ തീരുമാനം. വയനാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകി. തെരച്ചിലിനും നിരന്തരമായ നിരീക്ഷണത്തിനും കൂടുതൽ പോലീസ് സേനയെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിക്കാനും പോലീസ് ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. അതിനിടെ കർണാടക പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ വയനാട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലുണ്ടായ കുഞ്ഞോം വനമേഖലയിൽ തണ്ടർബോൾട്ടും സായുധ പോലീസും നടത്തുന്ന തിരച്ചിൽ ഇന്നും തുടർന്നു. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളതായി സംശയിക്കുന്ന മുഴുവൻ വനമേഖലകളിലും പരിശോധന തുടരാൻ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷന്റെ ചുമതല വഹിക്കുന്ന DIG ദിനേന്ദ്ര കശ്യപ് തണ്ടർബോൾട്ടിനും പോലീസിനും നിർദ്ദേശം നൽകി. വയനാടിനു പുറമെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ മലയോര മേഖലകളിലും പരിശോധനയും തിരച്ചിലും നടത്തുന്നുണ്ട്. കണ്ണൂരിൽ മാത്രം 9 പോലീസ് സ്റ്റേഷനുകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ സ്ഥലങ്ങളിലായി നിരന്തര നിരീക്ഷണത്തിനായി നിലവിലുള്ള തണ്ടർബോൾട്ടിനും സായുധ പോലീസിനും പുറമെ കൂടുതൽ പോലീസിനെ കൂടി നിയോഗിക്കും. ഏറ്റുമുട്ടലുണ്ടായ ഞായറാഴ്ച രാത്രി വനത്തിനുള്ളിൽ കാര്യമായ തിരച്ചിൽ നടത്താൻ കഴിയാതെ പോയത് സേനയുടെ കുറവാണെന്ന വിലയിരുത്തലും കൂടുതൽ പോലീസുകാരെ നിയോഗിക്കാനുള്ള തീരുമാനത്തിനു കാരണമായി. അതിനിടെ ഏറ്റുമുട്ടൽ വിവരം സംസ്ഥാന സർക്കാർ കർണാടകയ്ക്ക് കൈമാറിയതിനെ തുടർന്ന് കർണാടക പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ വയനാട്ടിലെത്തി. മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ പങ്കെടുത്ത കേരള പോലീസിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും കർണാടക പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. കർണാടകയും അതിർത്തി വനമേഖലകളിൽ തിരച്ചിൽ ശക്തമാക്കി. അതേസമയം നിലമ്പൂർ വനമേഖലകളിലെ മേപ്പാട്, പോത്തുകൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞായറാഴ്ച രാത്രിയടക്കം ആയുധധാരികളെ കണ്ടതായുള്ള റിപ്പോർട്ടുകളെയും ഗൗരവത്തിലെടുക്കുന്നതായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടറോട് വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.